ഗാസയിൽ ബന്ദി കൈമാറ്റം തുടരുകയാണ്. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ ഓരോരുത്തരെയും തിരിച്ചു കൊണ്ടുവരികയാണ് ഇസ്രയേൽ. 4ാം ഘട്ട മോചനത്തിൽ കുഞ്ഞു കഫീറിന്റെ പിതാവ് യാഡൻ ബിബാസിനെയും ഹമാസ് മോചിപ്പിച്ചു. 9 മാസം പ്രായമുള്ള കഫീർ ഹമാസ് ബന്ദികളാക്കിയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ്. കുഞ്ഞുമക്കളും ഭാര്യയും എവിടെയെന്നറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും അറിയില്ല. ഭാര്യയും മക്കളും ഒപ്പമില്ലാതെ ആ പിതാവ് ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തി. ഗാസ വെടിനിർത്തലിന്റെ ഭാഗമായുള്ള 4ാം ഘട്ട ബന്ദി കൈമാറ്റത്തിലാണ് യാഡൻ ബിബാസ് ഹമാസ് ഭീകരരിൽ നിന്നും മോചിതനായത്. ഹമാസ് ബന്ദികളാക്കിയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിന്റെ പിതാവാണ് ബിബാസ്. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുമ്പോൾ 9 മാസം മാത്രമാണ് ബിബാസിന്റെ കുഞ്ഞ് കഫീറിനുണ്ടായിരുന്നത്. കഫീറിനെയും 4 വയസ്സുള്ള സഹോദരി ഏരിയലിനെയും അമ്മ ഷിമരിയെയും ബന്ദികളാക്കിയിരുന്നു. എന്നാൽ ഇവരെക്കുറിച്ച് ഒരു വിവരവും ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. 3 പേരും കൊല്ലപ്പെട്ടെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം ഇസ്രയേൽ സൈന്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ പറയുന്ന ബന്ദികളുടെ കൂട്ടത്തിലും ഇവരില്ല. യാഡൻ ബിബാസ് അടക്കം 3 പേരെയാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ മോചിപ്പിച്ചത്. ഒഫർ കാൽഡറോൺ, കീത്ത് സീഗൽ എന്നിവരാണ് യാഡൻ ബിബാസിനൊപ്പം വിട്ടയച്ച മറ്റ് 2 പേർ. ഒഫർ കാൽഡറോണിനെയും യാഡൻ ബിബാസിനെയും ഖാൻ യൂനിസിലും ഇസ്രയേലി അമേരിക്കൻ പൗരൻ കീത്ത് സീഗലിനെ ഗാസ സിറ്റിയിലെ തുറമുഖത്തുമാണ് ഹമാസ് കൈമാറിയത്. ഇസ്രയേലിന്റെ 3 ബന്ദികൾക്ക് പകരം 183 പലസ്തീൻ തടവുകാർക്കാണ് മോചനം ലഭിച്ചത്. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ആകെ 18 ബന്ദികളെയാണ് ഹമാസ് ഇതുവരെ മോചിപ്പിച്ചത്. ബന്ദികളാക്കി വെച്ചിരുന്ന ഓരോരുത്തരും മോചിതരാകുന്നതിലൂടെ മാതാപിതാക്കളെയും മക്കളെയും പങ്കാളികളെയും കാത്തിരുന്ന അനേകം കുടുംബങ്ങൾക്ക് ആശ്വാസമാവുകയാണ്. ഒക്ടോബർ 7 ഇവർ ഹമാസിന്റെ പിടിയിലാകുന്നത്. ജനുവരി 19 ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിനാണ് ഇതോടെ അറുതിയായത്.